ഹായ് ഓൾ. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പറയുന്നത് നമ്മൾ പോയ നമ്മുടെ നാട്ടിലുള്ള നടന്ന താമരശ്ശേരി ഫെസ്റ്റിൽ നമ്മൾ കണ്ട കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകൾ ഞാനിവിടെ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ എന്നുണ്ടായെന്ന് പറയുന്നെങ്കിൽ ജിനോജ്, ഉണ്ണി, സനൽ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് പരിപാടിക്ക് പോയത്. അപ്പം പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫെബ്രുവരി 16 എങ്ങനെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഞാൻ കണ്ടതിൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പം അവിടെ കാണാനാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റിന് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 50 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ കാണാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികൾ, പലതരം ഡിസൈനുകളുള്ള പ്രാവുകൾ, ഇങ്ങനെ കാഴ്ചകളാണ് കാണാനുള്ളത്. അപ്പോൾ ഈ ഫെസ്റ്റ് നടക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരശ്ശേരി ചുങ്കത്താണ് നടക്കുന്നത്. ചുങ്കത്ത് നമ്മളെ KSEB ഇലക്ട്രിസിറ്റി കറണ്ട് ബിൽ അടിക്കുന്ന ഓഫീസിൻ്റെ നേരെ പുറകിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പം അവിടെ കാണാനുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ. മുയലുകളുണ്ട്, പ്രാവുകളുണ്ട്, ഫിഞ്ചസുകളുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട് കയറി പോകുമ്പോൾ തന്നെ ഞാൻ കണ്ടതിൽ കുറേ ഫെസ്റ്റിൽ നമ്മൾ നോർമലായിട്ട് എല്ലാ ഫെസ്റ്റിലും കാണുന്ന കിളികളൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഞാൻ കാണാത്തതും എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. പിന്നെ കയറി പോകുമ്പോൾ അവിടെ മക്കാവ് ആണെന്ന് തോന്നുന്നു. മക്കാവ് പിടിച്ചിട്ട് ഒരു 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കാവിനെ കാണാൻ പറ്റി. പിന്നെ പാമ്പുണ്ടായിരുന്നു. നമ്മളെ പാമ്പിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മളൊരു പെരുമ്പാമ്പിൻ്റെ ഒക്കെ ടൈപ്പുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. പിന്നെ കോഴികൾ തന്നെ പല ടൈപ്പ് ഉണ്ടായി. നമ്മൾ പൂപ്പലിക്ക് വയനാട്ടിൽ പോയപ്പോൾ അവിടെ കുറേ കോഴികളെ കണ്ടിരുന്നു. കോഴികളുണ്ടായിരുന്നു. പിന്നെ പ്രാവുകൾ തന്നെ പലതരം ഡിസൈനുള്ള പ്രാവുകൾ കണ്ടിരുന്നു പൂപ്പൊലിയിലുള്ള അത്രയും ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ ഉള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോയി കണ്ടോളി. പിന്നെ ഞങ്ങളന്ന് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാകാരന്മാർ നടത്തിയ ചെറിയ പാട്ടുകളും പരിപാടികളൊക്കെയാണ് ഞാൻ കണ്ടത്. പിന്നെ അവിടെ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ ഒരു ജയൻറ്റ് വീലിലോ അത് വളരെ ഭംഗിയായിട്ട് നല്ല സെറ്റ് ചെയ്തിട്ട് ജയൻറ്റ് വീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പാമ്പിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ കുറേ കാട്ടിനുള്ളിലുള്ള സെറ്റ് ചെയ്ത പോലെയുള്ള പുലികൾ, കരടികൾ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇത് വലിയ ആൾക്കാർ എത്രത്തോളം ആസ്വദിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് ആസ്വദിക്കാനുള്ള സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയിലാണ് ഇതൊക്കെ കാണാൻ, ഒരു സെറ്റപ്പ് ഉണ്ട് കാണാൻ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വേറെ ഫെസ്റ്റിവലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടില്ല. എല്ലാ ഫെസ്റ്റിലും ഉണ്ടാവാൻ മതി, പക്ഷെ ഞാൻ കണ്ടില്ല. ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു കാർഡ് പോലെ സെറ്റ് ചെയ്തത് നല്ല വൃത്തിക്ക് നല്ല സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹാർഡ് വർക്ക് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിറാഫുണ്ട്, കരടികളുണ്ട്, കരടിയുണ്ട്. ഞാനിങ്ങനെ എന്താ വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കണ്ട് നിങ്ങൾ 2 മിനിറ്റ് കാഴ്ച കാണി. ഞാൻ എന്തെങ്കിലും കാലഘട്ടത്തിനെ പറ്റി പറയാൻ അത് കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ജയൻറ്റ് വീൽ കാണാൻ പറ്റും. ഈ ജയൻറ്റ് വീലാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളും അടയിൽ പെട്ടെന്ന് കയറാനുണ്ടായതിന് ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഭംഗിയിൽ ഞാനൊരു ജയൻറ്റ് വീൽ സെറ്റ് ചെയ്തത് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടില്ല. പിന്നെ നല്ല സ്ഥലത്ത് വേറെ സെറ്റ് ചെയ്തത് ചിലപ്പോൾ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഞാൻ കണ്ടില്ല. ഇത്രയും ഭംഗിയിലാണ് ജയൻറ്റ് വീൽ സെറ്റ് ചെയ്തത്. കാരണം ആ ജയൻറ്റ് വീൽ നല്ലൊരു അട്രാക്ഷനാണ് തീർച്ചയായിട്ടും ആ ഒരു ഫെസ്റ്റിന്, താമരശ്ശേരി ഫെസ്റ്റിന്. പിന്നെ ഈ ഒരു ഫെസ്റ്റിന് എനിക്ക് തോന്നിയ കാര്യം അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെയുള്ള ആൾക്കാർ, അതായത് ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളന്ന് സംസാരിച്ചു. പിന്നെ പോണ പോക്കിൽ നമ്മൾ കുറേ ബുക്കുകളും കണ്ട്. ഈ ബുക്കിൻ്റെ അടുത്ത് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ വായനക്കാർ വളരെയധികം കുറവാണ്. ഞാൻ അടക്കമുള്ള കാര്യമാണ് പറയുന്നത്. ബുക്ക് വായിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ നല്ല നല്ല ബുക്കുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളെ ഈ 90s ഒരു വൈബ് എന്ന് പറയുമ്പോൾ ഈ മുട്ടായികളോട് നമുക്ക് ഭയങ്കര ഒരു പ്രിയമാണല്ലോ. മുട്ടായിക്ക് അവിടെ ഇമ്പിളി മുട്ടായി ഉണ്ട്, അങ്ങനെ പലതരം മുട്ടായികളുണ്ട്. എല്ലാ മുട്ടായിക്കും 20 രൂപയാണ് റേറ്റ്. അപ്പോൾ ബുക്കിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ബുക്ക് എല്ലാവരും മടിയന്മാരാണ്, ഞാനടക്കം. ഇപ്പോൾ ബുക്കുകളൊക്കെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫെസ്റ്റിവലും ഞാൻ കാണാനില്ല. ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. പക്ഷെ ഞാനിതുവരെ ഒരു ബുക്ക് പോലും വാങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും വായിക്കുന്നവരുണ്ടെങ്കിലും വായന നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ബുക്കിനെ പറ്റി പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ 7 മിനിറ്റിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്ക് കൂടുതൽ പറയണമെങ്കിൽ ഈ ബുക്കിനെ പറ്റി പറയണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബുക്കിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കയറി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നേരം 2 തട്ടായിട്ടാണ് അടിച്ചത്. മേലോട്ട് പോണ സ്ഥലങ്ങളുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു പ്രേതത്തിൻ്റെ സെറ്റപ്പിൽ എന്തോന്നും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഞങ്ങൾ കയറിയില്ല.
പിന്നെ അതൊക്കെ നമ്മളെ സ്ഥിരം പരിപാടി 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് എറിഞ്ഞ് തള്ളിയിടുക, ബോൾ കൊണ്ട്, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടോയ് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടും. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടനാണ് എറിയുന്നുണ്ട്. ഫസ്റ്റ് എറിഞ്ഞ ആശാന് ഉന്നത്ത് കൊള്ളിച്ചത് തള്ളിയിട്ടിരുന്നു. പിന്നത്തെ എറിഞ്ഞത് കൊണ്ടില്ല. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് തിരിഞ്ഞടിച്ച് കയ്യിൽ വാങ്ങി ഇമ്ലി മിഠായി എല്ലാം കൂടി എടുത്ത് ഓരോന്നോരോന്ന് എടുത്ത് നിന്ന് ജയൻറ്റ് വീലിൻ്റെ ഭംഗി നോക്കി നിന്നിങ്ങായിട്ട് നേരെ ഞങ്ങൾ മെയിൻ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ആടെയാണ് ജയൻറ്റ് വീലുള്ളത്, ആകാശത്തോണി ഉള്ളത്, പിന്നെ ചെറിയ കുട്ടികൾക്ക് കറങ്ങി കളിക്കാനുള്ള പരിപാടികളൊക്കെ അതിൻ്റെ മുകളിലുണ്ടായിന്. ചെറിയ കുട്ടികൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റൊന്നും ചെറിയ കുട്ടികളല്ല, എല്ലാവരും വലിയ ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതല്ലോ. അപ്പോൾ ആ കാണുന്ന വൈമക്കൂടി നമുക്കിനി മേലോട്ട് കയറി പോകണം. മേലോട്ട് കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ദൂരം കയറി പോകണമെന്നില്ല, ചെറിയൊരു പാലം പോലെ അവർ സെറ്റ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലങ്ങനെ കയറി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ പാലത്തിൻ്റെ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയൻറ്റ് വീല് കാണാൻ പറ്റും. ഒരു വിഷ്വൽ നല്ലൊരു ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് ജയൻറ്റ് വീലിൻ്റെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നാട് ചെന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് നിന്നത് ഈ ജയൻറ്റ് വീലാണ്. അതുകൊണ്ടാണ് ഞാൻ ജയൻറ്റ് വീലിൻ്റെ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. എന്നപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു പയ്യനുണ്ട്, ബബിൾസ് ഇങ്ങനെ ഇട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ പാട്ട് പാടുന്നുണ്ട്. പാട്ടുകാരൊക്കെ നല്ല നല്ല പാട്ടുകാരായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ളത് ഈ വെള്ള ഡ്രസ്സിട്ട ചേട്ടനെ. ഞങ്ങളവിടെ ഏകദേശം 2.5 മണിക്കൂറിനടുത്ത് ഞങ്ങളവിടെ നിൽക്കുന്നത്. ആ 2.5 മണിക്കൂറിൽ ആശാൻ ഒരേ സ്റ്റെപ്പ് വെച്ചിട്ട് ഗാനമേള തുടങ്ങി തൊട്ട് തീരുന്നവരെ അങ്ങനെ ഡാൻസ് കളിച്ചെന്നാണ് തീരാൻ നേരത്ത് പാട്ട് പാടിക്കൊണ്ടുവന്ന ഒന്ന് ആങ്കർ അന്ന് വിളിച്ച് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 6:60 കൂടി ഉണ്ടെങ്കിലുള്ള പരിപാടി എന്നറിയില്ലേ, അതാണ് ഇത് കാണുന്നത്. ഈ ചെറിയ ചെക്കൻ കുറേ നേരം മൂപ്പരെ നോക്കി നിന്നു. പിന്നെ ഓനും പോയി ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഓരോ പാട്ടിന് മുമ്പ് പോയി ഡാൻസ് കളിച്ച് ഇങ്ങനെ ആശാൻ്റെ കൂടെ നല്ല സെറ്റപ്പായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാഴ്ചകളാണ് ഞാൻ അവിടെ കണ്ടത്. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ ജയൻറ്റ് വീല് വേറൊരു ആംഗിളിൽ എടുത്ത് നോക്കിയപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് റിട്ടേൺ വരാൻ നേരത്താണ് അവിടെ കുറേ ചെക്കന്മാർ പയ്യന്മാർ ഇങ്ങനെ വള വെച്ചിട്ട് ഇറങ്ങിയിട്ട് ഹോർലിക്സും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു ചേച്ചി ഇതാക്കുന്ന അവിടെ ഇരിക്കുന്നുണ്ട്. ഇറങ്ങുന്ന നേരത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് സെക്യൂരിറ്റി ചേച്ചി. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിതങ്ങനെ ഇറങ്ങി പോരാണ്. എന്തൊക്കെയാക്കി ഞാൻ ഈ വീഡിയോ പറഞ്ഞ് തീർത്തിരിക്കുന്നത്. ഈ ഒരു വിഷ്വലാണ് ഞാൻ പറഞ്ഞത് വളരെ അട്രാക്റ്റ് ആയിരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവരോടും ബൈ.